أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 929 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് കഹ്ഫിലെ 19-20 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فابعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا. صدق الله العلي العظيم. സൂറത്തുൽ കഹ്ഫിലെ 19-20 ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഗുഹാവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് സൂറത്തുൽ കഹ്ഫിന്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം പരാമർശിക്കുന്നത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് ആ ഗുഹയുടെ പൊസിഷൻ കൃത്യമായിട്ടും എങ്ങനെയായിരുന്നു എന്നത് ഏത് പ്രത്യേകമായ സജ്ജീകരണത്തിന്റെ ഫലമായിട്ടാണ് ആരുടെയും ശ്രദ്ധയിൽ വരാത്ത വിധത്തിൽ അവര് ദീർഘകാലം അവിടെ കഴിയാൻ സാധിക്കുകയുണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുകയുണ്ടായത്. ഇന്നലെ വായിച്ച ഭാഗത്ത് സൂര്യൻ ഉദിച്ചു പൊങ്ങുമ്പോ ഗുഹയുടെ വലതുഭാഗത്തൂടെയായും അസ്തമിച്ച് താഴുമ്പോ ഇടതുഭാഗത്തൂടെയായും തെന്നിപ്പോകുന്ന ഒരു സവിശേഷമായ ഒരു പൊസിഷനിലാണ് ആ കഹ്ഫ് ഉണ്ടായിരുന്നത്. അവരാണെങ്കിൽ ഗുഹയുടെ ആ വിസ്താരമുള്ള അകംഭാഗത്ത് ആണ് നിലക്കൊണ്ടിരുന്നത്. അവിടെ അവര് നിരന്തരം ഇടത്തോട്ടും വലത്തോട്ടുമായി മറിച്ചിടപ്പെടുകയായിരുന്നു. അവരുടെ നായ
അതിന്റെ മുൻകാലുകൾ നീട്ടിവെച്ച് ഗുഹാമുഖത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും അങ്ങോട്ട് എത്തി നോക്കിയിരുന്നുവെങ്കിൽ വലിയ ഭയചകിതനായിക്കൊണ്ടുള്ള പിന്തിരിഞ്ഞോട്ടമാണ് ഉണ്ടാവുക എന്നുകൂടിയാണ് അള്ളാഹു ആ ഗുഹയിലെ ആളുകളുടെ അവസ്ഥയെ പരാമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായത്. അപ്പൊ ആ ഗുഹയുടെ ഒരു പ്രത്യേകത അതിനകത്ത് സൂര്യപ്രകാശം കടക്കുകയില്ല എന്നതാണ്. സൂര്യൻ തലയ്ക്ക് മീതെയാവുന്ന ഘട്ടത്തില് ഒരു ഗുഹയുടെയും അകത്തേക്ക് വെളിച്ചം കടക്കുകയില്ല എന്നത് നമുക്കറിയാം. സാധ്യതയുള്ളത് സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന സമയത്തും സൂര്യൻ അസ്തമിച്ച് താഴുന്ന ആ സമയത്തുമാണ് ഗുഹക്കകത്തേക്ക് ചെരിഞ്ഞ വിധത്തില് പ്രകാശം വീഴുമ്പോൾ ഗുഹാമുഖത്തൂടെ അകത്തേക്ക് പ്രകാശം കടക്കാനുള്ള സാധ്യതയുള്ളത്. പക്ഷെ അങ്ങനെ പ്രകാശം കടക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിലുള്ള ഒരു ഡയറക്ഷനിലാണ് ഈ ഗുഹയുടെ മുഖം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ട് യാതൊരുവിധ ശല്യവും ഒന്നുമില്ലാതെ അവര് അവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. ദീർഘമായൊരു കാലം അങ്ങനെ ഉറങ്ങിക്കിടക്കാൻ അള്ളാഹു അവർക്ക് വിധി കൂട്ടുകയുണ്ടായത് കാരണമായി അവര് ഉറക്കത്തിലാണ്. ആരെങ്കിലും അങ്ങോട്ട് എത്തി നോക്കുകയാണെങ്കിൽ അവര് പേടിച്ചു പോകും. പേടിച്ച് പെട്ടെന്ന് തന്നെ അവിടുന്ന് പിന്തിരിഞ്ഞ് ഓടിക്കളയും. അത്രയും ഭീകരത തോന്നുന്ന ഒരവസ്ഥയാണ് ആ കാഴ്ചക്കുള്ളത്. ഗുഹക്കകത്ത് ഏതാനും ആളുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടക്കുന്ന വിധത്തില് എന്തോ ഒരു ഗൂഢപദ്ധതിയുമായി അവിടെ വന്നു ചേർന്നതാണ് എന്ന വിധത്തിലെ അത് തോന്നുകയുള്ളൂ. ഇനി അതല്ലെങ്കിൽ 100-300 വർഷം പിന്നിട്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിനിടക്കൊക്കെ ആവാമല്ലോ ആളുകൾക്ക് അതിനകത്തേക്ക് എത്തി നോക്കാനൊക്കെ അവസരം ഉണ്ടാവും. വല്ലാത്തൊരു ഭീകരത തോന്നുന്ന ഒരു കാഴ്ചയായിരിക്കണം അവരുടേത് ആ ഘട്ടത്തിൽ. അല്ലാഹു അഅലം. എന്തായാലും ഭീതി ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും അത്. അത് കാരണമായി അവര് പിന്തിരിഞ്ഞ് ഓടിക്കളയാനാണ് സാധ്യത എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ തുടർന്ന് ഗുഹവാസികളുടെ കാര്യത്തില് വേറെ ചില കാര്യങ്ങൾ കൂടി അള്ളാഹു നമ്മൾ ഇന്ന് വായിച്ച ആയത്തില് നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ദീർഘമായ ഒരു കാലഘട്ടം അവര് ഗുഹയിൽ ഉറങ്ങിക്കിടന്നതിന് ശേഷം എന്ത് ഉണ്ടായി എന്നതാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. അപ്പൊ കദാലിക ബഅസ്നാഹും, അതുപ്രകാരം അല്ലെങ്കിൽ അതിനെ തുടർന്ന് അത്ഭുതകരമായ അവരുടെ ഈ അവസ്ഥയിൽ നിന്ന് നാം അവരെ ഉണർത്തി എണീപ്പിച്ചു. കദാലിക ബഅസ്നാഹും, അവരെ നാം ഉറക്കത്തിൽ നിന്ന് ഉണർത്തി എണീപ്പിച്ചു. ലിയതസാഅലൂ ബൈനഹും, അവര് പരസ്പരം ആരായുന്ന വിധത്തിലാണ്. പരസ്പരം അന്യോന്യം അവര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിലാണ് അവര് ഉണർന്നെണീക്കുന്നത്. അള്ളാഹു അവരെ ഉണർത്തി എണീപ്പിച്ചപ്പോ അവര് പരസ്പരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിലാണ് അവരുടെ സംഭാഷണം തുടങ്ങുന്നത്. ഖാല ഖായിലും മിൻഹും, അവരുടെ കൂട്ടത്തിൽ ഒരാള്, സംസാരിച്ചു തുടങ്ങിയ ഒരാള് ഇങ്ങനെയാണ് ചോദിക്കുന്നത്: കം ലബിത്തും, നിങ്ങൾ ഇവിടെ എത്ര കാലം കഴിഞ്ഞു? കം ലബിത്തും, അവരുടെ കാലഗണന, അവരുടെ മനസ്സിലുള്ള അവരുടെ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ മെന്റൽ ക്ലോക്ക് എവിടെയോ സ്റ്റക്കായി പോയ പോലെ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. കുറച്ചധികം ഉറങ്ങിപ്പോയി എന്നത് അവർക്കറിയാം. പക്ഷെ അതിന്റെ കണക്കുകൂട്ടലുകളൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് ഇല്ലാതായി പോയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടന്ന് നേരം വെളുത്ത് എണീക്കുമ്പോൾ അതിനിടക്ക് പാസ് ചെയ്ത സമയത്തിനെ കുറിച്ചൊരു ഒരു ധാരണ നമ്മളുടെ ഒരു
സബ് കോൺഷ്യൻസിൽ നമുക്ക് അതിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവാറുണ്ട്. അപ്പൊ രാത്രി ഇപ്പോ അർദ്ധരാത്രി നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഉണർന്നു പോയാൽ നമുക്കത് നേരം വെളുത്തിട്ടില്ല എന്നൊരു ബോധം ക്ലോക്കിൽ നോക്കാതെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പൊ സമയത്തിനെ കുറിച്ച് ഏതോ വിധത്തിലുള്ള ഒരു കോൺഷ്യസ്നെസ് സാധാരണ ഉറക്കത്തിന്റെ ഘട്ടങ്ങളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവരുടെ കാര്യത്തില് അതിനെക്കുറിച്ചുള്ള ആ കണക്കൊക്കെ അങ്ങ് വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണു തുറന്ന ആ ഉടനെ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: കം ലഭിത്തും, എത്ര കാലമാണ്, എത്ര നേരമാണ് നിങ്ങൾ ഇവിടെ ഉറങ്ങിയിട്ടുള്ളത്, എത്ര കാലം നിങ്ങൾ ഇവിടെ കഴിഞ്ഞു? ഇതാണ് ചോദ്യം. അപ്പോ കൂട്ടത്തിൽ ചിലര് മറുപടി നൽകിയത് എങ്ങനെയാണ്? കാലു, അവരിൽ ചിലര് അല്ലെങ്കിൽ അവര് മറുപടി പറഞ്ഞു: ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ഒരുപക്ഷെ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ താഴെ ഉറങ്ങി കാണണം, ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവണം. അപ്പോ അവരുടെ ബോധത്തിൽ തെളിയുന്ന ഒരു ധാരണ അതാണ്. കുറച്ചധികം ഉറങ്ങിപ്പോയിട്ടുണ്ട്, ഒരുപക്ഷെ ഒരു ദിവസം മുഴുവനും, അല്ലെങ്കിൽ ഒരു ലേശം കുറവുള്ള വിധത്തില് ഒരു ദിവസത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവണം. അതാണ് അവരുടെ ഒരു ലെവലിലുള്ള ഒരു കോൺഷ്യസ്നെസ് എന്ന് അവർ നൽകുന്ന ഒരു പ്രതികരണം. ഇത് ഒരാൾ ചോദ്യം ചോദിക്കുകയും മറ്റാൾ ഉത്തരം പറയുകയും ചെയ്യുക എന്നുള്ള രീതിയിലല്ല. ഇത് അവര് പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്ന, അവര് പരസ്പരം നൽകിക്കൊണ്ടിരുന്ന ഒരു ഉത്തരം എന്ന രീതിയിലാണ്. ഫാലു, എന്നിട്ട് പിന്നെ അവര് എല്ലാവരും തന്നെ ഒരു ധാരണയിലേക്ക് എത്തിക്കൊണ്ട് പറയുന്നത്: റബ്ബുക്കും അലമു ബിമാ ലബിസ്തും, നിങ്ങളുടെ റബ്ബിനെ അറിയുള്ളൂ, എത്ര കാലം നിങ്ങൾ ഇവിടെ കഴിഞ്ഞു എന്നത് റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. റബ്ബുക്കും അലമു ബിമാ ലബിസ്തും, നിങ്ങൾ എത്ര കാലം ഇവിടെ കഴിഞ്ഞു എന്നത് റബ്ബിനാണ് ഏറ്റവും നന്നായിട്ട് അറിയുക. ഏറ്റവും നന്നായി അറിയുന്നവൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ചുള്ള ധാരണ വേണ്ടത്ര വ്യക്തതയുള്ളതല്ല, നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അദൃശ്യം അറിയുന്ന റബ്ബിന് മാത്രമേ നമ്മളുടെ ഈ ഉറങ്ങിക്കിടന്ന ഗുഹയിൽ കഴിച്ചു കൂട്ടിയ കാലം എത്രയായിരുന്നു എന്നത് അറിയുകയുള്ളൂ. എന്നിട്ട് പിന്നെ അവര് ആ കാര്യം വിടുകയാണ്. എത്ര കാലം കഴിഞ്ഞു എന്നതൊന്നും ഇപ്പൊ തീർപ്പാക്കല് നമുക്ക് എളുപ്പമല്ല. അതിനെക്കുറിച്ച് ഒരു തർക്കത്തിലോ ഒരു ചർച്ചയിലോ ഏർപ്പെട്ടതുകൊണ്ട് വിശേഷിച്ച് ഫലമൊന്നുമില്ല എന്നൊരു നിലപാടായിരിക്കണം ഒരു പക്ഷെ. എന്തായാലും അവര് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വിഷയത്തിലേക്കാണ് ഉടനെ വരുന്നത്. ഫബഅസു അഹദക്കും ബിവരിഖിക്കും ഹാദിഹി ഇലൽ മദീന. കൂട്ടത്തിൽ ഒരാൾ പറയുന്ന ഇതാണ്: ഫബഅസു അഹദക്കും, നിങ്ങള് കൂട്ടത്തിൽ ഒരാളെ പറഞ്ഞയക്കണം, ബിവരിഖിക്കും ഹാദിഹി, നിങ്ങളുടെ ഈ നാണയങ്ങളുമായിട്ട്, ഈ വെള്ളി നാണയങ്ങളുമായിട്ട് നിങ്ങൾ പറഞ്ഞു വിടണം, ഇലൽ മദീന, പട്ടണത്തിലേക്ക്. ഫല്യൻദുർ, എന്നിട്ട് അയാൾ പോയി അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അയ്യുഹ അസ്കാ ത്വആമ, ആരുടെ അടുക്കലാണ് നല്ല ഭക്ഷണം, വൃത്തിയുള്ള ഭക്ഷണം, ഗുണമുള്ള ഭക്ഷണം ആരുടെ അടുക്കലാണുള്ളത് എന്നത് അയാളൊന്ന് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഫല്യഅതികും ബിറിസ്ഖിൻ മിൻഹു, എന്നിട്ട് അയാള് നമുക്ക് ആവശ്യമായ ഭക്ഷണം വാങ്ങി വരട്ടെ, നിങ്ങളുടെ അടുക്കലേക്ക്. അവിടെ നിന്ന് ഏറ്റവും നല്ല ഭക്ഷണം ലഭിക്കുന്നിടത്ത് നിന്ന് അത് വാങ്ങിച്ച് കൊണ്ടുവരട്ടെ. വലിയ തലത്തഫ്, പക്ഷെ അയാൾ നല്ല കരുതൽ കാണിക്കണം, നല്ല ജാഗ്രത ഉണ്ടാവണം അയാൾക്ക്. ഭക്ഷണം വാങ്ങാൻ വേണ്ടി പട്ടണത്തിലേക്ക് വെള്ളി നാണയങ്ങളുമായി പോകുന്ന ആള് നല്ല കരുതലോടുകൂടി വേണം പോകാൻ. വലാ യുശ്ഇറന്ന ബിക്കും അഹദ, നിങ്ങളെപ്പറ്റി അയാൾ ഒരാളോടും ഒന്നും സൂചിപ്പിക്കുകയും ചെയ്യരുത്. ഈ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പണവുമായിട്ട് പോകുന്ന ആള് പട്ടണത്തിൽ പോയി ഏറ്റവും നല്ല ഭക്ഷണം എവിടെയാണ് കിട്ടുക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി അവിടുന്ന് നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം വാങ്ങി വരട്ടെ. പക്ഷെ ഒരു കാര്യം, നല്ല ജാഗ്രത വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ കഴിഞ്ഞു കൂടുന്നുണ്ട് എന്ന കാര്യം ആരെയും അറിയിക്കുകയും
ചെയ്യരുത്. ഈ പോകുന്ന ആള് നിങ്ങളെ പറ്റിയുള്ള രഹസ്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ സുരക്ഷിതരല്ലല്ലോ. നമ്മൾ നാട്ടിൽ നിന്ന് പോന്നിട്ടുള്ളത് നാട്ടില് നമുക്ക് സുരക്ഷിതത്വം ഇല്ല എന്നതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് ഭക്ഷണം സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്ന ആള് നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യമൊന്നും വെളിപ്പെടുത്തരുത്. അവർക്കാർക്കും അതിനെക്കുറിച്ച് ഒരു സൂചനയും കൊടുക്കരുത്. വളരെ കരുതലോടുകൂടി ആരെങ്കിലുമൊക്കെ ചേസ് ചെയ്യണ്ടോന്നൊക്കെ നോക്കി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടൊക്കെ വേണം അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ തന്നെ. അതുകൊണ്ട് നല്ല ജാഗ്രതയും കരുതലും വേണം. നിങ്ങളെക്കുറിച്ച് ആരോടും ഒന്നും പറയുകയും ചെയ്യരുത്. അങ്ങനെയുള്ള ഒരാള്, നമ്മളെ കൂട്ടത്തിലൊരാളെ നമ്മൾ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞേക്കാം. അയാള് പട്ടണത്തിൽ പോയി നല്ല ഭക്ഷണം എവിടെയാണുള്ളത് എന്നത് നോക്കിയിട്ട് നമുക്ക് വേണ്ടി ഭക്ഷണം വാങ്ങി വരട്ടെ. ഇതാണ് അവര് കൂട്ടത്തിലൊരാള് പറയുന്നത്. അത് പൊതുവെ എല്ലാവരും അംഗീകരിക്കുകയാണ്. അതിനോട് എതിർപ്പൊന്നും ആർക്കുമില്ല. എല്ലാവർക്കും വിശപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഒരു 300-350 വർഷത്തെ വിശപ്പാണ് എന്ന് പറയാൻ നമുക്ക് പറ്റൂലെങ്കിലും നല്ല വിശപ്പുണ്ട്. അള്ളാഹുവിന്റെ വളരെ വിചിത്രമായ അത്ഭുതകരമായ രീതിയിൽ അവരെ അങ്ങനെ ആ ഗുഹയിൽ കഴിയാൻ അള്ളാഹു ഒരു സംവിധാനം ഒരുക്കിയതാണ്. പക്ഷെ ആ ഘട്ടത്തില് ഇത്രയും കാലം എങ്ങനെ അവര് വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് കഴിഞ്ഞു എന്നതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യമാണ്. ആ വിധത്തില് അള്ളാഹു അത് അവരുടെ സർവൈവൽ ഉണ്ടായിരുന്നു എന്നതേ അതേക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സംഭവം ഉണ്ടായി എന്നത് ചരിത്ര വസ്തുതയാണ്. ഖുർആൻ അല്ല ഇതിനെക്കുറിച്ച് ആദ്യം പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്. ജെയിംസ് സൊറോഗി എന്ന സിറിയൻ പാതിരി ഇതിനെക്കുറിച്ച് അയാളുടെ സെർമൺസിന്റെ സാരോപദേശങ്ങളുടെ കൂട്ടത്തില് ഈ സംഭവങ്ങൾ പരാമർശിക്കുന്നുണ്ട്. സമകാലികരായ ആളുകള് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ദീർഘമായൊരു കാലം ഗുഹയിൽ കഴിച്ചുകൂട്ടിയ ഒരു കൂട്ടർ ഇപ്പൊ ഇതാ കണ്ണു തുറന്നു വന്നിരിക്കുന്നു എന്ന കാര്യം അവരുടെ മുന്നില് അവർക്ക് അനുഭവപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതിനെക്കുറിച്ച് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് നൽകപ്പെടുന്ന വിശദീകരണമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും നിഷേധിച്ച് രംഗത്ത് വരേണ്ടതില്ല. കാരണം ഇത് ഖുർആന്റെ അഭിസംബോധിതര് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ്. അപ്പോ ആ വിഷയം അവരുടെ മുന്നിൽ ഒരു ചരിത്ര വസ്തുത എന്നുള്ള നിലക്ക് നിലനിൽക്കുന്നുണ്ട്. അത് ഖുർആൻ ഉന്നയിച്ചുകൊണ്ടല്ല, അല്ലാതെ തന്നെ ഉണ്ടായിരുന്നതാണ്. അതിനെക്കുറിച്ച് ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് ഖുർആൻ മറുപടി നൽകുകയാണ്. അപ്പൊ ഭക്ഷണം തേടി പോകുന്ന ആള് നല്ല കരുതലും ജാഗ്രതയും ഒക്കെ കാണിച്ചുകൊണ്ട് വേണം പോകാൻ. നിങ്ങളുടെ ഇവിടെ അങ്ങനെയാണ്, നിങ്ങൾ എന്നുള്ള ഒരു അഭിസംബോധന ശൈലിയിലാണ്. അതൊരു സംസാര ശൈലി എന്നേ ഉള്ളൂ. ആ പറയുന്ന ആളും അതിൽ പെടും. ആ വിധത്തിലാണ് അത് വരുന്നത്. അപ്പോ നിങ്ങൾ എവിടെയാണുള്ളത്, എവിടെ നിങ്ങളുടെ വേറെ ബോട്ട്സ് ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെ ഒരു ശ്രദ്ധയും ഭക്ഷണം വാങ്ങാൻ പോകുന്ന ആള് കാണിക്കണം. ഇതാണ് ഇവിടെ പറയുന്ന കാര്യം. അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്നത് ഇന്നഹും ഈ അൽഹറു അലൈക്കും യർജുമൂക്കും ഔ യുഇദൂക്കും ഫീ മില്ലത്തിഹിം. എന്തുകൊണ്ടാണ് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകുന്ന ആൾ ഇത്രയും വലിയ ജാഗ്രത കാണിച്ചുകൊണ്ട് വേണം പോകാനും വരാനും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്ന് ഇയാൾ പറയുന്നത് എന്നതാണ്. അതിനുള്ള ന്യായമാണ്, കാരണമാണ് തുടർന്നുള്ള 20-ാമത്തെ ആയത്തില് ഈ സംസാരിക്കുന്ന ആള് തന്നെ വ്യക്താക്കുന്നത്. കാരണം ഇന്നഹും ഈ അൽഹറു അലൈക്കും, അവരെങ്ങാനും നിങ്ങളെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെങ്ങാനും നിങ്ങളെങ്ങാനും അവരുടെ പിടിയിൽ അമർന്നു പോവുകയാണെങ്കിൽ, അവരുടെ പിടിയിൽ നിങ്ങൾ അകപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളെ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ, എർജുമൂക്കും, അവര് നിങ്ങളെ എറിഞ്ഞു കൊന്നുകളയും. ഔ യുഇദൂക്കും ഫീ മില്ലത്തിഹിം, അതല്ലെങ്കിൽ അവര് നിങ്ങളെ അവരുടെ പഴയ മതത്തിലേക്ക്
നിർബന്ധപൂർവം തിരിച്ചു കൊണ്ടുപോയി എന്നും വരും. രണ്ട് ഭീഷണികളാണ് നിങ്ങൾ നേരിടാൻ പോകുന്നത്. നിങ്ങളെ അവർക്കെങ്ങാനും പിടികൂടാൻ സാധിച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവര് നിങ്ങളെ ഒന്നുകിൽ നിങ്ങളുടെ നിശ്ചയദാർഢ്യം കാരണമായി അള്ളാഹുവിന്റെ ഏകദൈവത്വ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിത ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ നിങ്ങൾ കണിശതയും നിശ്ചയദാർഢ്യമൊക്കെ കാണിക്കുന്ന കാരണമായിട്ട് അവരെ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ പറ്റുകയില്ല എന്ന് ബോധ്യപ്പെടുന്നതിന്റെ ഫലമായി നിങ്ങളെ അവര് എറിഞ്ഞു കൊന്നുകളയും. അതാണ് ഒരു അപകടം, പതിയിരിക്കുന്ന ഒരു അപകടം. അതല്ലെങ്കിൽ അവര് നിങ്ങളെ പ്രേരിപ്പിച്ചും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ നിങ്ങളുടെ അവരുടെ മില്ലത്തിലേക്ക് നിങ്ങളെ, അവരുടെ ദീനിലേക്ക്, അവരുടെ മതവിശ്വാസത്തിലേക്ക് അവര് നിങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുപോയി കളയും. ഇതാണ് രണ്ട് ഭീഷണികൾ അവരുടെ മുന്നിലുണ്ടായിരുന്നു. വലൻ തുഫ്ലിഹു ഇദൻ അബദ. അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും വിജയം കണ്ടെത്തുകയില്ല. വലൻ തുഫ്ലിഹു, നിങ്ങൾ ഒരിക്കലും വിജയം കണ്ടെത്തുകയില്ല. ഇദൻ അബദ. ഇത് ഈ വിധത്തിൽ സംഭവിച്ചുവെങ്കിൽ അവര് നിങ്ങളെ അവരുടെ മില്ലത്തിലേക്ക് തിരികെ നിർബന്ധപൂർവം കൊണ്ടുപോയി എങ്കിൽ പിന്നെ നിങ്ങൾക്ക് വിജയമില്ല. പിന്നീട് ഒരിക്കലും നിങ്ങൾ വിജയം കണ്ടെത്താൻ പോകുന്നില്ല. ഇതാണ് കൂട്ടത്തിൽ ഒരാൾ താക്കീതായിട്ട് ജാഗ്രത കാണിക്കാനുള്ള കാരണമായിട്ട് പ്രത്യേകമായി ഇവിടെ പറയുന്നത്. വലൻ തുഫ്ലിഹു ഇദൻ അബദ. അതിൽ ആദ്യത്തെ കാര്യം യർജുമൂക്കും എന്നതുമായിട്ട് അതിന് ബന്ധമില്ല. അവർ നിങ്ങളെ കല്ലെറിഞ്ഞു കൊന്നുകളയും എന്ന് പറഞ്ഞതിന് ഈ വിജയം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുമായിട്ട് ബന്ധമില്ല എന്നത് കാണാൻ കഴിയും. രണ്ടാമത്തതിനാണ് ആ പ്രശ്നമുള്ളത്. നിങ്ങളെ നിർബന്ധിച്ച് അവര് നിങ്ങളെ നിർബന്ധിതരാക്കിക്കൊണ്ട് അവരുടെ ദീനിലേക്ക്, അവരുടെ മില്ലത്തിലേക്ക് കൊണ്ടുപോയി കളയും. അതാണ് പരാജയത്തിൽ അകപ്പെടുന്ന കാര്യം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളുമ്പോ ശത്രുക്കള് നിങ്ങളെ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വകവരുത്തുകയോ ഒക്കെ ചെയ്തു എങ്കിൽ അതൊരു പരാജയത്തിന്റെ ഒരു സൂചനയല്ല. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഷഹാദത്ത് ആയിട്ട് അത്യുന്നതമായ ഒരു പദവിയിലേക്ക് ഒരാൾക്ക് ഉയരാൻ ഉള്ള അവസരം മാത്രമായിരിക്കും അത്. എന്നാൽ വിശ്വാസപാതയിൽ നിന്ന് തെറ്റിച്ച് അവരുടെ മില്ലത്തിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വിജയം എന്നേക്കുമായി നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു സംഗതിയായിരിക്കും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. അപ്പോ ഗുഹയിൽ കഴിഞ്ഞ ആളുകളുടെ അവര് ഉണർന്നെണീറ്റ ആ ഘട്ടത്തില് അവർക്കിടയിൽ അവർ നടത്തിയ സംഭാഷണമാണ്, അതിന്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഉണർന്നെണീറ്റപ്പോ അവരുടെ മനസ്സിൽ ആദ്യം രൂപപ്പെട്ട ഒരു ചോദ്യം എത്ര കാലം നമ്മളിവിടെ തങ്ങി എന്നതാണ്. എന്നിട്ട് അവരുടെ ഒരു ബോധമണ്ഡലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ഏകദേശം ഒരു ദിവസത്തിന്റെ അടുത്തൊക്കെ എത്തുന്ന വിധത്തിൽ ഒരു ലേശമൊക്കെ കുറവുണ്ടായിന്ന് വരും എന്നൊക്കെയുള്ള വിധത്തിലാണ് അവരുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു ധാരണ. ഉടനെ തന്നെ വിശപ്പ് സഹിക്കാൻ പറ്റണില്ലല്ലോ, നിങ്ങൾ പോയി കുറച്ച് ഭക്ഷണം സംഘടിപ്പിച്ചു വരൂ, ആരാണ് നല്ല ഭക്ഷണം അവിടെ വെക്കുന്നത് എന്നൊന്ന് നോക്കിയിട്ട് ഈ വെള്ളി നാണയങ്ങളുമായിട്ട് പോയി നിങ്ങൾ ഭക്ഷണം സംഘടിപ്പിച്ചു വരൂ എന്നതാണ് അവര് പിന്നീട് പരസ്പരം പറയുന്ന ഒരു കാര്യം. പക്ഷെ പോകുന്നതൊക്കെ കാര്യം നല്ല ശ്രദ്ധ വേണം. വലിയ ദ്രോഹം ചെയ്യാൻ സാധ്യതയുള്ള ആളുകളാണ് ഈ ചുറ്റുപാടൊക്കെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ എവിടെയാണ് എന്ന കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതെ നിങ്ങൾ നല്ല ഭക്ഷണം വാങ്ങി വേഗം ഇങ്ങ് വന്നോളൂ. എങ്ങാനും അവര് നിങ്ങളെ കീഴ്പ്പെടുത്തി കളഞ്ഞാൽ നിങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അതുമല്ലെങ്കിൽ നിങ്ങളെ അവര് പ്രേരിപ്പിച്ചോ സമ്മർദ്ദം ചെലുത്തിയോ നിർബന്ധിച്ചോ പ്രലോഭിപ്പിച്ചോ ഒക്കെ
നിങ്ങളുടെ ഈ ആളുകളുടെ പഴയ ആ മതം ഉണ്ടല്ലോ, ബഹുദൈവത്വത്തിന്റെ ആ മില്ലത്ത്, അതിലേക്ക് അവര് നിങ്ങളെ കൊണ്ടുപോയി കളയും. അതിനേക്കാൾ വലിയ പരാജയം വേറെ ഒന്നുമില്ല. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ പറ്റുകയില്ല. ഇതാണ് അവര് വളരെ ജാഗ്രതയോടുകൂടി, ആശങ്കയോടുകൂടി പരസ്പരം പറയുന്ന കാര്യം. അതിനെ തുടർന്ന് ഉണ്ടായ സംഭവം തുടർന്നുള്ള ആയത്തുകളിൽ വളരെ സംക്ഷിപ്തമായിട്ട് അല്ലാഹു വിവരിക്കുന്നുണ്ട്. ആ കാര്യം നമുക്ക് അവിടെ എത്തുമ്പോ പറയാം ഇൻഷാ അല്ലാഹ്. അതിനിടക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ വന്നതുണ്ടായിരുന്നു, അതിലേക്ക് നീങ്ങുകയാണ്. അപ്പോ ഈ ഇന്ന് വായിച്ച ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഈ ഉറങ്ങിക്കിടന്ന ആളുകൾക്ക് സമയബോധം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വളരെ ദീർഘമായ ഒരു കാലം അവര് അവിടെ ഉറങ്ങി എന്നൊരു ബോധമൊന്നും അവർക്കില്ല. ഒരു ദിവസമോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സമയമോ ഒക്കെ ഉറങ്ങി എന്നൊരു ബോധമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവര് പട്ടണത്തിലേക്ക് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ആളെ പറഞ്ഞേക്കുന്ന കാര്യം ആലോചിക്കുന്നത്. അവരുടെ കയ്യില് വെള്ളി നാണയങ്ങളുണ്ട്. ലോക ചരിത്രത്തില് നമുക്ക് ഈ 300 വർഷമൊക്കെ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരേ നാണയം എന്ന് പറയാവുന്ന വല്ല നാണയമോ കറൻസിയോ ഉണ്ടായിരുന്നോ എന്നത് സംശയമാണ്. ഇല്ല എന്നാണ് എന്റെ ധാരണ. അപ്പൊ ഇവര് ഗുഹയിൽ കടന്ന കാലത്ത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന വെള്ളി നാണയങ്ങള് അതുമായിട്ടാണ് പട്ടണത്തിലേക്ക് പോകാൻ നിൽക്കുന്നത്, ഭക്ഷണം വാങ്ങാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 300 കൊല്ലം മുമ്പ് കേരളത്തില് പ്രചാരത്തിലുണ്ടായിരുന്ന കറൻസിയുമായിട്ട് ഇപ്പൊ ഒരാൾ കടയിൽ ചെന്ന് സാധനം വാങ്ങാൻ വേണ്ടി ശ്രമിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നത്. അപ്പൊ അവർക്ക് സമയം പോയതിനെ കുറിച്ചുള്ള ധാരണ ഒട്ടുമില്ല. അതുകൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങള്, ചുറ്റുപാടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയും അവർക്കില്ല. വിശപ്പ് തന്നെ 300 കൊല്ലം പട്ടിണി കിടന്ന ആളുകള് പുറത്തുപോയി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ആരോഗ്യത്തിലും അല്ലെങ്കിൽ ശക്തിയൊക്കെ ഉള്ള അവസ്ഥയിൽ ഉണ്ടാകുക എന്നതും അത്ഭുതകരമായ ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഇപ്പൊ നമ്മള് 10-30 എത്ര ദിവസങ്ങളാണ് ഈ ടണലിൽ പെട്ടുപോയ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനിടക്ക് കഴിഞ്ഞു പോയത്. അവസാനം അവരെ ഓരോരുത്തരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് നേരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കാരണം അത്രയും പറയുമ്പോൾ അവർക്ക് പരിമിതമായ വിധത്തിൽ ഭക്ഷണമൊക്കെ ലഭ്യമാക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവരെ ദിവസങ്ങൾ കൊണ്ട് ഉണ്ടായ അവസ്ഥ കാരണമായിട്ട് അവരെ ഹോസ്പിറ്റലുകളിലേക്ക് നീക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ വളരെ ഭീകരമായ വിധത്തിലുള്ള ഒരവസ്ഥയിലേക്ക് അവരെത്തിയിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഏതോ വിധത്തിലുള്ള ഒരു കാബില് അവർക്കുണ്ടായിരുന്നു. വിശപ്പ് നന്നായി അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അത് ഒരു 300 കൊല്ലം പട്ടിണി കിടന്നതിന്റെ വിശപ്പൊന്നും അല്ലെങ്കിൽ അതുപോലെയുള്ള ലക്ഷണങ്ങളൊന്നും അല്ല ഉള്ളത്. ആണെങ്കിൽ അവർക്ക് ഒരിക്കലും തന്നെ പുറത്തുപോയി ഭക്ഷണം തേടി നടക്കാൻ സാധിക്കില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ ഒരു അസാധാരണത്വം ഉള്ള ഒരു കാര്യമാണിത്. അതിനെക്കുറിച്ച് നേരത്തെ ഈ കഥയുടെ വിവരണത്തിന്റെ തുടക്കത്തില് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അമ്മ ഹസിബത്ത എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഗുഹക്കാരുടെ കാര്യം അള്ളാഹുവിന്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതായിട്ട് നിനക്ക് തോന്നിയോ എന്ന് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ കഥയുടെ വിവരണം തുടങ്ങുന്നത്. ഇവിടേക്ക് എത്തുമ്പോ നമുക്കത് വളരെ അത്ഭുതകരമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ആ ചോദ്യത്തിന്റെ മുന മറ്റൊരു ദിശയിലേക്കാണ്. അതിനേക്കാൾ എത്രയോ ഗംഭീരമായ, അത്ഭുതകരമായ, നിങ്ങൾക്ക് ഭാവനയിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങൾ അടങ്ങിയിട്ടുള്ള ദൈവിക പ്രതിഭാസങ്ങള് അള്ളാഹു നിങ്ങളുടെ മുന്നിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അവയെ നിങ്ങൾ കാണാതിരിക്കുകയാണ് എന്നതാണ് അതിലടങ്ങിയിട്ടുള്ള ഒരു സൂചന. അപ്പോ ഈ വിധത്തില് ഭക്ഷണം തേടി പോകാൻ വേണ്ടി ഒരാളെ, ഭക്ഷണം കണ്ടെത്തി വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തുകയാണ്.
അപ്പൊ ഈ വെള്ളി നാണയങ്ങള് ഫബഅസു അഹദക്കും ബിവരിഖിക്കും ഹാദിഹി എന്നാണല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ വറക്കുമായിട്ട് ഒരാളെ പറഞ്ഞയക്കുക, എന്നിട്ട് അയാള് ഭക്ഷണം വാങ്ങിച്ചു വരട്ടെ എന്നതാണ്. അപ്പൊ നാണയങ്ങൾ പഴയ കാലത്ത് ഒക്കെ തന്നെ ആ കാലത്തെ ഭരണാധികാരിയോ അല്ലെങ്കിൽ രാജ്യവ്യവസ്ഥയോ ഒക്കെ അനുസരിച്ചുള്ള അതിന്റെ അടയാളപ്പെടുത്തലുകളൊക്കെയുള്ള നാണയങ്ങളാണ്. നാണയം എന്നൊരു സംവിധാനം നിലവിൽ വന്ന കാലത്തൊക്കെ ഉള്ളത്. അപ്പോ അത് ഏത് കാലത്താണ് അവർ ജീവിച്ചിരുന്നത് എന്നത്, അവരുടെ കയ്യിലുണ്ടായിരുന്ന നാണയം ഏത് ഭരണാധികാരിയുടെ കാലത്തുള്ളതാണ് തുടങ്ങിയിട്ടുള്ള സൂചനകളൊക്കെ അതിലടങ്ങിയിട്ടുണ്ടാകും. അതിന് സാധ്യതയുണ്ട്. അപ്പൊ ഇവര് പട്ടണത്തിൽ പോയി ഭക്ഷണം വാങ്ങിക്കാൻ ശ്രമിച്ചപ്പോ ഉണ്ടാവുന്ന ഒരു അവസ്ഥ 300 വർഷം കൊണ്ട് ഏത് ഭൂപ്രദേശത്തെയും ഏത് നാട്ടിലെയും ഭാഷ പോലും മാറിയിട്ടുണ്ടാവും. മലയാള ഭാഷ 300 കൊല്ലം മുമ്പ് സംസാരിച്ചിരുന്ന പോലെ സംസാരിക്കുന്ന ഒരാളെയും നമുക്ക് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലെങ്ങും കാണാൻ കഴിയില്ല. എന്നല്ല, ചിലയിടങ്ങളില് ഭാഷ പൂർണ്ണമായിട്ട് തന്നെ മറ്റൊന്നായി മാറിയിട്ടുണ്ടാകും. നമുക്ക് ഒരു 100 കൊല്ലം മുമ്പാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന ആളുകളെ ലക്ഷദ്വീപിലേക്ക് നാട് കടത്തുകയുണ്ടായത്. ലക്ഷദ്വീപിലെ ആളുകള്, മലയാളി പൂർവികരുടെ പിന്മുറക്കാര് ഇന്ന് മലയാളം എന്ന വിധത്തിൽ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ കേട്ടാൽ എനിക്ക് നിങ്ങൾക്കും മനസ്സിലാവില്ല. അവരിൽ ചിലര് നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോ നാട്ടിലേക്ക് ഫോൺ ചെയ്യുന്ന കേട്ടാല് ഇത് ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് എന്നത് നമ്മൾ അത്ഭുതത്തോടുകൂടി അങ്ങനെ ആശ്ചര്യപ്പെട്ട് ചോദിച്ചു പോകും. അത്രയും വ്യത്യാസം ഭാഷയിൽ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോ 100 കൊല്ലം കൊണ്ട് മലയാള ഭാഷക്കുണ്ടായ ഒരു മാറ്റത്തിന്റെ അടയാളപ്പെടുത്തലാണ് അത് എങ്കിൽ എല്ലാ ഭാഷയും ഇതുപോലെ, ഇപ്പോ ഷേക്സ്പിയറുടെ നാടകങ്ങൾ ഒരു 400 കൊല്ലത്തിന് ഉള്ളിലുള്ള ആ ഒരു മാറ്റമാണ് ഷേക്സ്പിയറുടെ ഇംഗ്ലീഷും നമ്മുടെ കാലഘട്ടത്തിലെ ഇംഗ്ലീഷും തമ്മിലുള്ളത്. അതിന്റെ ഒരു 100-150 വർഷം അപ്പുറത്തേക്കുള്ള ഇംഗ്ലീഷിലുള്ള രചന നമുക്ക് ഇന്ന് വായിച്ചാല് അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നല്ല പാണ്ഡിത്യമുള്ള ഒരു ഇംഗ്ലീഷ് പ്രൊഫസറോ മറ്റോ നിങ്ങളെ സഹായിക്കാനുണ്ടാവണം. എന്നാലേ അത് മനസ്സിലാവുള്ളൂ. അത്രയും വലിയ മാറ്റം ഭാഷക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ആളുകള് പട്ടണത്തിലേക്ക് പോയി ഈ നാണയങ്ങളും കൊണ്ട്, അവരിൽ കൂട്ടത്തിൽ ഒരാൾ പോയിട്ട് ഈ നാണയം കൊടുത്ത് ഭക്ഷണം വാങ്ങിക്കാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോ ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യത, ആ രംഗം നമുക്കൊന്ന് മനസ്സിൽ സങ്കല്പിക്കാവുന്നതാണ്. അത് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചേ പറ്റൂ എന്നുള്ള നിലക്ക് തന്നെയാണ് അള്ളാഹു അത്തരം കാര്യങ്ങളൊന്നും ഖുർആനിൽ വിവരിക്കുന്നില്ല. കാരണം അത് മനുഷ്യന് ഭാവനയിൽ കാണാവുന്നതും ഊഹിച്ച് മനസ്സിലാക്കാവുന്നതും ഒക്കെയായ കാര്യങ്ങളായതുകൊണ്ടായിരിക്കണം ഖുർആന്റെ കഥാകഥന ശൈലിയിൽ അങ്ങനെ വായനക്കാരന് സങ്കല്പിക്കുവാനും മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കാനും ഒക്കെ പറ്റുന്ന പല കാര്യങ്ങളും അവരങ്ങനെ ചെയ്യട്ടെ എന്നുള്ള നിലക്ക് വിട്ടുകളഞ്ഞുകൊണ്ടുള്ള ഒരു വിവരണമാണ് ഖുർആൻ നടത്തുന്നത്. ഇത് ഖുർആന്റെ എഴുജാസിന്റെ ഒരു ലക്ഷണം കൂടിയാണ്. ഖുർആന്റെ ഒരു അമാനുഷികതയുടെ ഒരു അടയാളപ്പെടുത്തലാണത്. മനുഷ്യന്റെ രചനയിൽ ഇങ്ങനെ ഉണ്ടാവില്ല. മനുഷ്യന്റെ രചന ഇങ്ങനെ ബാക്കി നിങ്ങൾ ഊഹിച്ച് കണ്ടെത്തട്ടെ എന്നുള്ള നിലക്ക് വളരെ സുപ്രധാനമായ പല ഇൻഫർമേഷൻ അങ്ങ് വിട്ടുകളയുന്ന ഒരു രീതി ഇല്ല. ഊഹിക്കാനോ സങ്കല്പിക്കാനോ കഴിയുന്നതാണെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുന്ന ആള് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വാചകങ്ങള് അല്ലെങ്കിൽ വിവരണങ്ങള് കഥാകൃത്തോ അല്ലെങ്കിൽ എഴുത്തുകാരനോ എഴുതി വെച്ചത് നമുക്ക് വായിക്കാനാണ് മനുഷ്യരചനയിൽ കഴിയാറുള്ളത്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. ഇതുകൊണ്ടാണ് പല തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്കും പലപ്പോഴും ഖുർആന്റെ പഠിതാക്കൾ പോകാറുള്ളത്. നമ്മൾ പലപ്പോഴും ആദം അലൈഹി ഇസ്ലാമിന് പേരുകൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യം പറയുന്നിടത്തും, അതുപോലെ ഇബ്ലീസിനോട് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ഇബ്ലീസ് സുജൂദ് ചെയ്യാതിരുന്ന കാര്യം പറയുന്ന വിഷയത്തിലൊക്കെ തന്നെ ഈ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള കാര്യം നിർവഹിക്കാതെ വായിക്കുന്നത് കൊണ്ടാണ് പല ആശയക്കുഴപ്പങ്ങളും പലർക്കും ഉണ്ടാകാറുള്ളത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. കഥയുടെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം.
ഇവിടെ നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ഒന്ന് രണ്ടെണ്ണം. ഒന്ന് ഹമീദ് മാത്യു ഉന്നയിച്ച ഒരു കാര്യമാണ്, വിശ്വാസത്തിന് തെളിവ് വേണമെന്ന ബോധം ഇസ്ലാമികമാണോ? ജീവികൾക്കോ വസ്തുക്കൾക്കോ അദൃശ്യ ശക്തികൾ ഉണ്ടെന്ന് മനുഷ്യന്റെ ശരിയായ ബോധം നാളെ നിരാകരിക്കുന്നതാണ്. അതിന് യുക്തിയുടെയോ ശാസ്ത്രത്തിന്റെയോ പിൻബലമില്ല എന്നല്ലേ പറയേണ്ടത്? വിശ്വാസത്തിന് തെളിവ് ചോദിക്കപ്പെടുമ്പോൾ ഇസ്ലാമും വിമർശിക്കപ്പെടും. ഇതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, അതിന്റെ ചോദ്യത്തിന്റെ അല്ലെങ്കിൽ നിരീക്ഷണത്തിന്റെ മധ്യഭാഗത്ത് ചില അവ്യക്തതകളുണ്ട്. ഞാൻ അത് വിട്ടുകളയുകയാണ്. അതെനിക്ക് എന്താണ് അത് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇതിലെ മുഖ്യമായ ചോദ്യം വിശ്വാസത്തിന് തെളിവ് വേണമെന്ന കാര്യം, അതായത് ഗുഹാവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ വിവരണത്തിൽ വന്നൊരു വിഷയമാണ്. ഈ നാട്ടുകാർ അള്ളാഹു അല്ലാത്ത പലതിനെയും ആലിഹത്തായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ അതിന് അവർ ആലിഹത്താണ്, അവര് ദേവീദേവന്മാരൊക്കെയാണ് എന്നതിന് അവർ യാതൊരു തെളിവും ഹാജരാക്കുന്നില്ല. എന്തുകൊണ്ട് അവര് തെളിവ് ഹാജരാക്കുന്നില്ല എന്നതാണ് ഈ ആളുകൾ പരസ്പരം ചോദിച്ച ചോദ്യം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, വിശ്വാസത്തിന് തെളിവ് വേണം എന്ന കാര്യം ഇസ്ലാമികമാണോ എന്നത്. കൃത്യമായിട്ടും തെളിവ് വേണം എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. പക്ഷെ അടിസ്ഥാന വിശ്വാസത്തിനാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ അള്ളാഹുവാണ് പ്രപഞ്ചങ്ങളുടെ നാഥൻ എന്നതിന് തെളിവ് ആയിട്ട് അള്ളാഹുവിനെ കൊണ്ടൊന്ന് കാണിക്കേണ്ട കാര്യമില്ല. സൃഷ്ടിപ്രപഞ്ചം കണ്ടാൽ തന്നെ ധാരാളം മതി അതിന്റെ പുറകില് ഒരു ആസൂത്രകൻ ഉണ്ട് എന്നത്. ആ ആസൂത്രകന് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും, എക്സോ വൈയോ എന്ത് വിളിച്ചാലും, എല്ലാ നല്ല പേരുകളും അവൻ്റെതാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അദൃശ്യനായ ഒരു സൃഷ്ടാവും ആസൂത്രകനും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നവനുമായ ഒരു ദൈവം ഇതിന്റെ പുറകിലുണ്ട് എന്നതിന് ആ ദൈവത്തെ കൺമുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുക എന്നൊരു തെളിവ് ആവശ്യമില്ല. കാരണം ഈ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ, ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ പുറകിൽ കൃത്യമായ ഒരു ആസൂത്രണമുണ്ട്, ഒരു ആസൂത്രകനുണ്ട് എന്നത് ബോധ്യപ്പെടും. അതിനുള്ള തെളിവുകളാണ് നമ്മളുടെ വിരൽത്തുമ്പ് മുതൽ നഖം വരെ ഉള്ള കാര്യങ്ങൾ, എല്ലാ സംഗതികളും അതിനുള്ള തെളിവുകളാണ്. അതിന് വേറെ തെളിവുകളുടെ ആവശ്യമില്ല. അതേ സമയത്ത് മനുഷ്യൻ കൈകൊണ്ട് ഉരുട്ടിയുണ്ടാക്കിയ ഒരു വിഗ്രഹം അത് ദൈവമാണ് എന്ന് പറഞ്ഞ് അതിനെ പൂജിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ദൈവമാണ് എന്നതിന് യാതൊരു തെളിവുമില്ല. അത് മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കിയത് അല്ലെങ്കിൽ മരം വെട്ടി ഉണ്ടാക്കിയതാണ്, ലോഹം ഉരുക്കിയിട്ട് രൂപപ്പെടുത്തിയെടുത്തതാണ് എന്നത് നമ്മൾ അറിയുന്ന കാര്യമാണ്. അത് വെറും ലോഹമാണ്, അതിന് അല്ലെങ്കിൽ മരമാണ്, അല്ലെങ്കിൽ മണ്ണാണ്, കല്ലാണ്, ഇത് എല്ലാവർക്കും അറിയാം. അത് ദൈവമാണ് എന്നതിന് ഈ പ്രപഞ്ചത്തിലുള്ള യാതൊന്നും തെളിവല്ല. അതാണ് ഈ ഉദാഹരണത്തിന് ആകാശത്തുനിന്ന് മഴ ഇറക്കിയത് ഈ കല്ലുകൊണ്ടുള്ള വിഗ്രഹമാണ് എന്നതിന് യാതൊരു തെളിവുമില്ല, യാതൊരു ബന്ധവുമില്ല അതുമായിട്ട്. അതേ സമയത്ത് അദൃശ്യനായ ദൈവം അനിവാര്യമാണ്. അത് നമ്മൾ ഒരു കല്ലുകൊണ്ട് അല്ലെങ്കിൽ ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു സാധനത്തെ കാണിച്ചുകൊണ്ട് പറയുന്ന പോലെയല്ല. ഇത് ഇന്നതാണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ പ്രപഞ്ചത്തിന് അനിവാര്യമായിട്ടും ഒരു ദൈവം, ഒരു ആസൂത്രകൻ വേണ്ടതുണ്ട് എന്നൊരു ബോധം നമ്മളിൽ ഉണ്ടാകുന്നുണ്ടല്ലോ. അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവം അനിവാര്യമാണ് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന കാര്യം. അതിന് ഈ പ്രപഞ്ചത്തിൽ, കാരണം അത് ഒന്നും ചെയ്യുന്ന നമ്മളല്ല, ഈ വിഗ്രഹമല്ല, അതുപോലെയുള്ള ആൾ ദൈവങ്ങളൊന്നും അല്ല. മഴ പെയ്യിക്കുന്ന ഞാനല്ല, എൻ്റെ തോട്ടത്തില് വിത്ത് കുഴിച്ചിടുന്നത് ഞാനായിരിക്കും, പക്ഷെ അത് മുളപ്പിച്ച് കൊണ്ടുവരുന്നതും അതിനെ വളർത്തിയെടുക്കുന്നതും അതിൽ പൂക്കളും കായ്കനികളും ഉണ്ടാക്കുന്നതൊന്നും ഞാനല്ല. അപ്പൊ ഇതാരാണ്? ഇതിന്റെ പുറകിൽ ഒരു ശക്തിയുടെ ഉറപ്പാണ്. ആ ശക്തിയുടെ പേരാണ് ദൈവം. അത് തന്നെയാണ് യുക്തിഭദ്രമായ ഒരു തെളിവും. അതേ സമയത്ത് ഒരു ആൾ ദൈവം അദൃശ്യമായ ഒരു കഴിവ് ഉണ്ട് എന്ന് അയാൾ കാണിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന് നമുക്ക് പ്രപഞ്ചത്തിൽ ഏതെങ്കിലും പ്രതിഭാസം വെച്ചുകൊണ്ട് തെളിവായിട്ട് പറയാൻ കഴിയില്ല. കാരണം അയാളും അതും തമ്മിൽ ബന്ധമുണ്ട് എന്നത് നമുക്കൊരിക്കലും തെളിയിക്കാൻ കഴിയുന്നില്ല. അത് തന്നെയാണ്. അപ്പോ വേറെ പല വിശദാംശങ്ങളിലും തെളിവ് തേടുക എന്നത്
അനിവാര്യമല്ലാത്തൊരു സംഗതിയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അടിസ്ഥാനപരമായി അള്ളാഹു ഗൈബിയായ പ്രവർത്തനങ്ങളില് ഗൈബിയായ കാര്യങ്ങള് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് ഇസ്ലാം വിശ്വാസത്തിന് തെളിവ് വേണം എന്ന് പറയുന്നത് ആവശ്യമായ ഒരു സംഗതിയാണ്, അത് ശരിയുമാണ്, സത്യവുമാണ്. എന്നാൽ ഈ ഇസ്ലാമേതര വിശ്വാസങ്ങളിലെ അല്ലെങ്കിൽ ബഹുദൈവത്വ വിശ്വാസങ്ങളിലെ ഇപ്പൊ ഫറോവ അന റബ്ബുക്കുമുൽ അഅല എന്ന് അവകാശപ്പെട്ടിരുന്ന ആളാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ നാഥൻ ഞാനാണ് എന്ന് പറഞ്ഞിരുന്ന ആള്. ഇതേ മനുഷ്യൻ, ഇതേ ഭരണാധികാരി മനുഷ്യ സഹജമായ സകല പരിമിതികളും പേറിക്കൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ ഒരാളാണ് പ്രപഞ്ചത്തിന്റെ നാഥൻ, നിങ്ങളുടെ നാഥൻ, ഏറ്റവും വലിയ റബ്ബ് ഞാനാണ് എന്ന് പറയുമ്പോ അത് കള്ളമാണ് എന്നത് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇത് ജീവിച്ചിരുന്ന മനുഷ്യർക്കിടയിൽ വലിയ അധികാരം കൈയാളിയിരുന്ന ഒരാളുടെ കാര്യം ആണ് എങ്കിൽ ഇതിനേക്കാൾ പരിതാപകരമാണ് ജീവനില്ലാത്ത വിഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠകളുടെയും മൂർത്തികളുടെയും കാര്യം. അതുകൊണ്ട് അടിസ്ഥാനപരമായ ലോജിക്കാണ്, യുക്തിതലമാണ് നമ്മൾ ഭദ്രമാക്കേണ്ടത്. ബാക്കി വിശദാംശങ്ങൾ, ഉദാഹരണത്തിന് നമസ്കാരം ഇങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നതിന് എന്ത് തെളിവ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു എന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു എന്നതിന് എന്ത് തെളിവ് എന്ന് ചോദിച്ചാൽ അള്ളാഹു മനുഷ്യന് മാർഗദർശനത്തിന് ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നതാണ് തെളിവ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോഗ്യനായിരുന്നോ എന്നതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഒരു മനുഷ്യന് നാവ് കൊണ്ട് ഉരുവിട്ട് കേൾപ്പിക്കാൻ ഒരിക്കലും സാധിക്കാത്ത വചനങ്ങളുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സത്യസന്ധത ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയും സത്യമാണ്, ദൈവികമായി മാർഗദർശനം നൽകപ്പെട്ടുകൊണ്ട് ലഭിച്ചതാണ് എന്നത് ബോധ്യപ്പെടും. അതുകൊണ്ട് ഏത് കാര്യത്തിലും യുക്തിഭദ്രമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇസ്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. അതിൽ യാതൊരു ആശങ്കയും സംശയമൊന്നുമില്ല. പക്ഷെ യുക്തിയും തെളിവും ഒക്കെ തേടുന്നതിൽ നമുക്ക് സാമാന്യമായ ബുദ്ധിയും യുക്തിയും ഒക്കെ കാണിക്കാൻ കഴിയണം എന്നൊരു കാര്യം മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ചോദ്യം ഉന്നയിച്ചത് കാസിം, അത് നമ്മളുടെ ഗ്രൂപ്പിൽ ഉന്നയിച്ചതാണ്. ഗുഹാവാസികൾക്ക് അള്ളാഹു റഹ്മത്തും മെറുഫത്തും നൽകി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അവർക്ക് കിട്ടിയത്? 300 വർഷത്തെ ഉറക്കമല്ലാതെ വേറെ എന്താണ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്? ഒന്ന് വിശദീകരിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതിനോട് പ്രതികരിക്കാനുള്ളത്, എന്താണ് അള്ളാഹുവിന്റെ റഹ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ മനസ്സിലാവും. ഈ ആളുകള്, ഗുഹാവാസികള്, അവരുടെ നാട്ടില് നേരിട്ടിരുന്ന പ്രശ്നം നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളിൽ വ്യക്തമാണ്. ഒന്ന്, അവര് എറിഞ്ഞു കൊല്ലപ്പെടും. രണ്ടാമത്തത്, അവരുടെ വിശ്വാസത്തിൽ നിന്ന് നിർബന്ധപൂർവം ആ നാട്ടുകാരുടെ വിശ്വാസത്തിലേക്ക് അവരെ നിർബന്ധിച്ച് മാറ്റും. ഈ രണ്ട് ഭീഷണികളാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ സംഭവിക്കാതെ അള്ളാഹു അവരെ സംരക്ഷിച്ചു എന്നത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന റഹ്മത്ത്. എങ്ങാനും നിങ്ങൾ അവരുടെ പിടുത്തത്തിൽ പെട്ടുപോയാൽ അവര് നിങ്ങളെ അവരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയി കളയും എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും വിജയം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ വിശ്വാസപരമായി വഴിതെറ്റിക്കപ്പെടാതെ അല്ലെങ്കിൽ ഒരു അബദ്ധത്തിലേക്ക് ചെന്ന് നിർബന്ധപൂർവ്വം ചാടിക്കപ്പെടാതെ അവരെ അള്ളാഹു കാത്തു സംരക്ഷിച്ചു. അവര് ജീവിച്ചതും മരിച്ചതും ഒക്കെ വിശ്വാസികളായിക്കൊണ്ടാണ്. അവർക്ക് ജീവിത വിജയം നേടാൻ പറ്റുന്ന ഒരു സാഹചര്യം അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു ഒരുക്കി കൊടുത്തു എന്നതാണ് അതിനുള്ള ഉത്തരം. 300 വർഷം അവര് ഉറങ്ങിക്കിടക്കുകയല്ലേ ചെയ്തത്. അവർക്ക് ഭൗതിക ലോകത്ത് ജീവിതത്തിന്റെ സുഖാനന്ദങ്ങളോ അല്ലെങ്കിൽ അതിന്റെ യാതൊരു നേട്ടവും ഉണ്ടായില്ലല്ലോ എന്ന ഒരു മറുചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓരോരുത്തരുടെയും ആയുസ്സും ജീവിതത്തിന്റെ അവരുടെ ജീവിത ഘട്ടങ്ങളും അതിലെ അനുഭവങ്ങളും ഒക്കെ എന്തായിരിക്കണം എന്നത് അള്ളാഹുവിന്റെ മാത്രം നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. ജനിച്ച് നാളുകൾക്കുള്ളിൽ മരിക്കുന്നവരുണ്ട്. യൗവനത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ മരിച്ചു പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരാള് ആ പ്രതീക്ഷകളെയൊക്കെ
അസ്തമിക്കാൻ കാരണമാകുന്ന വിധത്തിലുള്ള ജീവിത മാറ്റത്തിന് വിധേയമാകുന്ന അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പല സംഗതികളും അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ മാത്രം ഇച്ഛയിൽപ്പെട്ട ഒരു സംഗതിയാണ്. അതിലേക്ക് നമ്മൾ കടക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഒരു 60-65 വയസ്സ് വരെ സുഭിക്ഷമായി സന്തോഷത്തില് ആനന്ദത്തിമർപ്പില് ജീവിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു വിജയമായിട്ട് ഖുർആൻ എവിടെയും പറയുന്നില്ല. മറിച്ച് ഒരാൾക്ക് വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് ജീവിക്കുവാനും മരിച്ചു പോകുവാനും സാധിക്കുന്നുവെങ്കിൽ അതാണ് വിജയമായിട്ട് അള്ളാഹു പറയുന്നത്. അപ്പൊ ഈ ആളുകൾ വേട്ടയാടിക്കൊണ്ട് അവര് വലിയ ഭീതിജനകമായ അനുഭവങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വരാതെ അവരെ സംരക്ഷിച്ചു എന്നത് അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ്. അവരുടെ വിശ്വാസത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാതെ തന്നെ അവർ അള്ളാഹുവിന് സമർപ്പിച്ച യുവാക്കളായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ അവർക്ക് അവസരമുണ്ടായി എന്നത് അള്ളാഹു നൽകിയിട്ടുള്ള കാരുണ്യവും അവൻ കാര്യങ്ങൾ അവർക്ക് എളുപ്പമാക്കി കൊടുത്തതിന്റെ ഒരു അടയാളപ്പെടുത്തലുമാണ് എന്നതാണ് ഞാനതിന് പ്രതികരണമായിട്ട് നിങ്ങളുമായി പങ്കുവെക്കുന്ന കാര്യം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.